മരിക്കുന്നതിനു മുൻപ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും മാനുഷിക പ്രതിസന്ധിയും ഏറ്റവും കൂടുതൽ ബാധിച്ച സമൂഹങ്ങളിലൊന്നായ ഗാസയിലെ കുട്ടികളെ സഹായിക്കുന്നതിനായി ഫ്രാൻസിസ് പാപ്പ തന്റെ പോപ്പ് മൊബൈലുകളിലൊന്ന് ഒരു മൊബൈൽ ക്ലിനിക്കായി മാറ്റാനായി വിട്ടു നൽകി. കാരിത്താസ് സ്വീഡന്റെ സെക്രട്ടറി ജനറലും പദ്ധതിയുടെ പ്രേരക ശക്തികളിൽ ഒരാളുമായ പീറ്റർ ബ്രൂണിന്റെ അഭിപ്രായത്തിൽ 2014 മെയ് മാസത്തിൽ വിശുദ്ധ നാട്ടിലേക്കുള്ള ചരിത്രപരമായ യാത്രക്കിടെ പാപ്പ ബെത്ലഹേം സന്ദർശിച്ചപ്പോൾ ഉപയോഗിച്ച പോപ്പ് മൊബൈലാണിത്. പരിക്കേറ്റവരും പോഷകാഹാരക്കുറവുള്ളവരുമായ കുട്ടികൾക്ക് നിലവിൽ ഒരു തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷയും ലഭ്യമല്ലാത്തവർക്ക് വൈദ്യസഹായം നൽകുക എന്ന പുതിയതും പ്രതീക്ഷ നൽകുന്നതുമായ ദൗത്യം നിറവേറ്റുന്നതിനായാണ് നവീകരിച്ച പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതെന്നും ബ്രൂൺ വിശദീകരിച്ചു. ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഭക്ഷണമോ ശുദ്ധജലമോ അടിസ്ഥാന വൈദ്യസഹായമോ ഇല്ലാതെ ഏകദേശം 10 ലക്ഷം കുട്ടികൾ കുടിയിറക്കപ്പെട്ട ഗാസയിലെ മാനുഷിക അടിയന്തരാവസ്ഥയോട് പ്രതികരിക്കുന്നതിനായി തന്റെ ജീവിതത്തിന്റെ അവസാന മാസങ്ങളിൽ പാപ്പ ഈ സംരംഭം കാരിത്താസ് ജെറുസലേമിനെ വ്യക്തിപരമായി ഏൽപ്പിച്ചു. വെഹിക്കിൾ ഓഫ് ഹോപ്പ് എന്ന പേരിൽ പോപ്പ് മൊബൈലിൽ ആവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ദ്രുത രോഗനിർണയ കിറ്റുകൾ, സിറിഞ്ചുകൾ, വാക്സിനുകൾ, ഓക്സിജൻ, റെഫ്രിജറേറ്റഡ് മരുന്നുകൾ, മറ്റ് സുപ്രധാന വസ്തുക്കൾ എന്നിവയും ഇതിൽ ക്രമീകരിക്കും. മേഖലയിൽ വിപുലമായ പരിചയസമ്പന്നരായ കാരിത്താസ് ജെറുസലേമിൽ നിന്നുള്ള ഡ്രൈവർമാരും പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫുമായിരിക്കും ക്ലിനിക് പ്രവർത്തിപ്പിക്കുന്നത്. ഗാസയിലെ ആരോഗ്യ സംവിധാനം ഏതാണ്ട് തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാപ്പായുടെ ഈ ഇടപെടൽ അവരുടെ ജീവൻ സംരക്ഷിക്കുന്നുവെന്ന് ബ്രൂൺ പറഞ്ഞു. പ്രതിസന്ധിയിൽ സഹായിച്ച പാപ്പായുടെ കരുതലിനെയും സ്നേഹത്തെയും കാരിത്താസ് ജെറുസലേം സെക്രട്ടറി ജനറൽ ആൻഡൺ ആസ്ഫർ ഒരു പ്രസ്താവനയിലൂടെ അനുസ്മരിച്ചു. ഫ്രാൻസിസ് പാപ്പ അവസാനമായി പോപ്പ് മൊബൈലിൽ സഞ്ചരിച്ചത് മരണത്തിന് ഒരു ദിവസം മുൻപ് ഏപ്രിൽ 20 ഞായറാഴ്ചയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിലും ഉർബി എറ്റ് ഉർബി ആശീർവാദം നൽകിയ ശേഷം വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം ഒരിക്കൽ കൂടി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ചുറ്റി സഞ്ചരിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു.